മറ്റൊരു വാർത്തയിലേക്കാണ്. സുരേഷ് ഗോപിയെ കണ്ട ആഹ്ലാദത്തിൽ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. വായനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്കൂളിൽ എത്തിയതോടെ വേദിയിൽ നിറഞ്ഞ കയ്യടി. പരിപാടിയിൽ കുട്ടികൾക്ക് വായനാദിന സന്ദേശം അറിയിച്ച് അദ്ദേഹം കുട്ടികളുമായി വേദി പങ്കിട്ടു. കേന്ദ്രമന്ത്രിയാണ് തന്റെ സ്കൂളിലെത്തിയതെന്ന കാര്യം കുട്ടികളിൽ പലർക്കും അറിവില്ല. അവർ കൗതുകത്തോടെ നോക്കി. സ്ക്രീനിൽ കണ്ട സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ ഇത്. കുഞ്ഞാളോട്ട് മൂവീസ് കാണുന്ന ഒരു ഫേവറേറ്റ് ആരാധകൻ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ വോയിസ് തന്നെ നമുക്കൊരു ഹാർട്ട് ബീറ്റാണ്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഷേക്കാനൊക്കെ കിട്ടിയപ്പോൾ ഫീലിംഗ് പ്രൗഡ്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. സദസ്സിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സാക്ഷിയാക്കി അക്ഷരങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കേന്ദ്രമന്ത്രി വാചാലനായി. വായന എന്ന് പറയുന്നത് സ്വാംശീകരണമാണ്, മനസ്സിലാക്കൽ മാത്രമല്ല. മഹാന്മാരായ എഴുത്തുകാരുടെ, മഹാന്മാരല്ലാത്ത എഴുത്തുകാരുടെയും വരികളിൽ എവിടെയൊക്കെയോ നമുക്ക് ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ടതും ആ സ്വാംശീകരിച്ചത് സന്ദേശപൂരിതമായി തന്നെ എന്ന് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനുള്ള മെസ്സേജായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഒരു കഥാപുസ്തകം എന്റെ സ്നേഹസമ്മാനം എന്ന പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന 5000-ഓളം പുസ്തകങ്ങൾ വിശിഷ്ട വ്യക്തികൾ സ്വീകരിച്ചു. വായനാ ദിന സന്ദേശം അറിയിച്ചുകൊണ്ട് വിവിധ വേഷവിധാനങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും പരിപാടിയെ മാറ്റുകൂട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.